भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാഗവത സൂര്യനായ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കിരണങ്ങളാൽ ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 644 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 61 അധ്യായത്തിൽ 20 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ആ രുക്മിയുടെ പുത്രിയായ രുക്മവതിയെ പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചു. ഭോജകടത്തിൽ വെച്ച് അനിരുദ്ധനുണ്ടായി. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരിലും 10 പുത്രന്മാർ, അവർക്കുള്ള പുത്രന്മാർ കൃഷ്ണപൗത്രന്മാര്, പ്രപൗത്രന്മാര്, അങ്ങനെ നിരവധി സന്താനങ്ങൾ ശ്രീകൃഷ്ണ പരമ്പരയിലുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്, കഥം രുക്മ്യരിപുത്രായ പ്രാതാൽ ദുഹിതരം യുധി കൃഷ്ണേന പരിഭൂതസ്ഥം ഹന്തും രന്ധ്രം പ്രതീക്ഷത്തെ ഏതദാഖ്യാഹിമേ വിദ്വൻ ദിഷോർ വൈവാഹികം മിഥ. രുക്മി ദുഹിതരം അരിപുത്രായ കഥം പ്രാതാത്. രുക്മി എന്തുകൊണ്ടാണ് തൻ്റെ പുത്രിയെ ശത്രുവിൻ്റെ പുത്രന് അരിപുത്രൻ, ഹരിപുത്രനാണ് അരിപുത്രനുമാണ് അല്ലേ, കഥം എങ്ങനെ പ്രാതാത് കൊടുത്തു. യുദ്ധത്തിൽ കൃഷ്ണനാൽ പരിഭൂത അപമാനിക്കപ്പെട്ടവനായിട്ട് തം ഹന്തും അവനെ ഇല്ലാതെയാക്കാനുള്ള അവസരത്തെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരാള്. ഹേ സർവജ്ഞ അലേ ശിശുബ്രഹ്മർഷേ ദ്യുഷോ മിഥം വൈവാഹികം ഏതത് മേ ആഖ്യാഹി. ശത്രുക്കൾ തമ്മിൽ അന്യോന്യം വിവാഹം എന്നുള്ളത് അത്ഭുതകരമാണല്ലോ, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ മകനാണ് പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ. പ്രദ്യുമ്നന്റെ ഭാര്യ രുക്മിയുടെ പുത്രിയായ രുക്മവതി. അപ്പൊ പറയുകയാണ്, ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ രുക്മിയെ തോൽപ്പിച്ചില്ലേ ആ രുക്മിണീഹരണം എന്നുള്ള സമയത്ത് വെച്ച്. അതേ തുടർന്നല്ലേ കുണ്ടിനത്തിൽ നിന്ന് ഭോജകടത്തിൽ പോയി രുക്മി താമസിക്കാൻ ഇടവന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകൃഷ്ണനെ കൊല്ലാൻ തക്കം പാത്തിരിക്കുന്ന ഒരാൾക്ക്, ശത്രുവായ കൃഷ്ണന്റെ പുത്രനായ പ്രദ്യുമ്നന്, കാർഷ്ണിക്ക് എന്തുകൊണ്ടാണ് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്? മത്സരമുള്ള ആളുകൾ തമ്മിൽ വിവാഹബന്ധം അത് അസംഭാവ്യമാണ്. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഗുരുനാഥ അത് പറഞ്ഞു തരണേ.
അനാഗതമതീതം ചാവർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിന. അനാഗതം അതീതം, വരാത്തതും കഴിഞ്ഞതും, അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും, വിപ്രകൃഷ്ടം ദൂരത്തിലിരിക്കുന്നതും, വ്യവഹിതം മറയ്ക്കപ്പെട്ടതുമായിരിക്കുന്ന വർത്തമാനം വർത്തമാനത്തെയും യോഗികൾ സമ്യക് പശ്യന്തി. ത്രികാലജ്ഞാനികളാണല്ലോ യോഗികൾ എന്നുള്ളതാണ്. രുക്മിയുടെ അഭിപ്രായത്തെ എങ്ങനെയാണ് തനിക്കറിയാമെന്ന് ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ യോഗികളുടെ ആ മഹിമ പറയുകയാണ്. വരാൻ പോകുന്നത്, ഇപ്പൊ കഴിഞ്ഞത്, ഈ വർത്തമാനകാലത്ത് എന്തൊക്കെ നടക്കണു അല്ലെ, ത്രികാലജ്ഞാനികൾ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നടക്കുന്നതായാലും കണ്ണിന് മുൻഭാഗത്ത് വെച്ച് നടക്കുന്നത് മാത്രമേ നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഉള്ള എന്നെ പോലെയല്ല അങ്ങക്ക് എല്ലാം അറിയുന്ന ആളാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാണാനും കേൾക്കാനും വാസനിക്കാനും സ്പർശിക്കാനും കഴിയാത്ത തരത്തിൽ ദൂരത്തിലാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ അങ്ങേപോലുള്ള യോഗികൾക്ക് സാധിക്കും. അതുകൊണ്ട് രുക്മി എന്തുകൊണ്ടാണ് തൻ്റെ മകളെ ആ ശ്രീകൃഷ്ണന്റെ പുത്രന് വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് അങ്ങക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരണേ എന്ന് പറയുന്നു. ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു, വൃത സ്വയംവരേ സാക്ഷാദനങ്കോംഗയുതസ്തയാ രാജ്ഞ സമേതാൻ നിർജിത്യ ജഹാരൈകരഥോ യുധി. സാക്ഷാൽ അനംഗഃ, സാക്ഷാൽ കാമദേവൻ, അംഗയുതഃ അംഗത്തോട് യോജിച്ചവനായി, സ്വയംവരേ തയാ വൃതഃ സ്വയംവരത്തിൽ വെച്ച് ആ രുക്മവതിയെ വരിച്ചു. സമേതാൻ, ഇപ്പൊ തൻ്റെ ഒപ്പമുണ്ടായ രാജാക്കന്മാരെ യുദ്ധത്തിൽ ഏകരഥനായി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. ആ രുക്മിണി പുത്രനായിരിക്കുന്ന പ്രദ്യുമ്നൻ രുക്മിപുത്രിയായ രുക്മവതിയെ വിവാഹം ചെയ്തു. രുദ്രമന്യുന, സാക്ഷാൽ മഹാദേവന്റെ നേത്രാഗ്നിയിൽ വെന്തു ചാമ്പലായി കാമദേവൻ. അതുകൊണ്ട് കാമദേവൻ അനംഗനായി മാറി, സ്ഥൂല ശരീരമില്ലാത്തവനായി സൂക്ഷ്മ ശരീരത്തോടെ ജനഹൃദയങ്ങളെ മഥനം ചെയ്തിങ്ങനെ നടക്കുക. ഇപ്പോ ഈശ്വരകാരുണ്യം കൊണ്ട് ഭഗവാന്റെ രാസലീല കണ്ടപ്പോൾ തന്നെ ഭഗവാന്റെ സൗന്ദര്യത്തിൽ മോഹിതനായ ഈ പ്രദ്യുമ്നൻ, ഈ കാമദേവൻ ഇപ്പൊ ഭഗവാന്റെ പുത്രനായി അവതരിച്ചു എന്നാണ്. അങ്ങനെ രുക്മിയുടെ പുത്രിയായ രുക്മവതിക്ക് സ്വയംവരം നിശ്ചയിച്ചപ്പോ പ്രദ്യുമ്നനും അവിടെ എത്തി. സാക്ഷാൽ മന്മഥൻ പ്രത്യക്ഷമായി വന്നപ്പോ രുക്മവതി അദ്ദേഹത്തെ മോഹിച്ചു. രാജാക്കന്മാർ എതിർത്തു. അപ്പോ തൻ്റെ ഒറ്റരഥത്തിലിരുന്നു കൊണ്ട് ആരും തനിക്ക് സഹായം ഉണ്ടായിരുന്നില്ല. പ്രദ്യുമ്നൻ യുദ്ധത്തിൽ ആ സകല രാജാക്കന്മാരെയും തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ആ രുക്മവതിയെ തൻ്റെ സ്വന്തമാക്കുകയും ചെയ്തു. യദ്യപ്യനുസ്മരൽ വൈരം രുക്മീ കൃഷ്ണാവമാനിത വ്യതരൽ ഭാഗിനേയായ സുതാം കുറുവൻ സുസുപ്രിയം. സുസുപ്രിയം സഹോദരിയോടുള്ള സ്നേഹം. കൃഷ്ണാവമാനിത, കൃഷ്ണനാൽ അപമാനിക്കപ്പെട്ടുവെങ്കിലും രുക്മി വൈരത്തെ അനുസ്മരൻ യതി അഭി, ആ വൈരാഗ്യം, ആ വൈരത്തെ അപ്പോഴും അനുസ്മരിക്കുന്നുണ്ടെങ്കിലും സുസുപ്രിയം തൻ്റെ സഹോദരിയുടെ ഇഷ്ടത്തെ ചെയ്യുന്നവനായിട്ട് ഭാഗിനേയായ ഭഗിനിയുടെ പുത്രന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഭഗിനി രുക്മിണി, രുക്മിണിയുടെ പുത്രൻ പ്രദ്യുമ്നൻ. ഇപ്പൊ ശ്രീകൃഷ്ണൻ തന്നെ അപമാനിച്ചതിലുള്ള ദേഷ്യവും വൈരവും ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും രുക്മിണിയോടുള്ള സ്നേഹം, അതുകൊണ്ടാണ് തൻ്റെ മരുമകനായ പ്രദ്യുമ്നന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. ഇപ്പോൾ മുറപ്പെണ്ണ് എന്നൊരു രീതി കൂടി ഇവിടെയുണ്ട്. ഏതായാലും പ്രദ്യുമ്നൻ രുക്മവതിയെ വിവാഹം ചെയ്തു. രുക്മിണ്യാസ്തനയാം രാജൻ കൃതവർമ്മ സുതോബലി ഉപയേമേ വിശാലാക്ഷിം കന്യാം ചാരുമതിം കില. പിന്നെ അവിടെ കൃതവർമ്മസുത, കൃതവർമാവിന്റെ മകനായിരിക്കുന്ന ബലി വിശാലാക്ഷി ചാരുമതിയും, വിശാലാക്ഷിയായ അതി നീണ്ടിടംപെട്ട കണ്ണുകളോടുകൂടിയ ചാരുമതി എന്ന പേരുള്ള രുക്മിണിയുടെ പുത്രിയെ, ആ കന്യകയെ ഉപയേമേ കില വിവാഹം കഴിച്ചു എന്നാണ്. ശ്രീകൃഷ്ണന്റെ പുത്രിയായ ആ ചാരുമതിയെ ബലി, കൃതവർമാവിന്റെ പുത്രനായിരിക്കുന്ന ബലി വിവാഹം ചെയ്തു എന്നും പറയുന്നു. ഇതേപോലെ ഭഗവാന്റെ മറ്റു പുത്രിമാരുടെയും വിവാഹം നടന്നു എന്ന് നമ്മൾക്ക് വിചാരിക്കുക. പ്രത്യേകം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.
ദൗഹിത്രായ അനിരുദ്ധായ പൗത്രിം രുക്മ്യദദാസ് ഹരേ രോചനാം ബദ്ധവൈരോപി സ്വസു പ്രിയചികീർഷയ എന്നാണ്. ജാനൻ അധർമ്മം തദ്യൗനം സ്നേഹപാശാനുബന്ധന ഹരേ ബദ്ധവൈരഹ അപി. ഹരിയുടെ നേരെ, ശ്രീകൃഷ്ണന്റെ നേരെ ആ വലിയ വൈരത്തോടു കൂടിയവനാണെങ്കിലും രുക്മി ദൗഹിത്രായ ദുഹിതാവിൻ്റെ പുത്രനായ അനിരുദ്ധന്, തൻ്റെ മകളുടെ മകൻ ദുഹിതാവിൻ്റെ പുത്രനായിരിക്കുന്ന അനിരുദ്ധന് പൗത്രിയും തൻ്റെ മകൻ്റെ മകളായ രോചനയെ അതതാൽ ദാനം ചെയ്തു. തദ് യൗനം, ആ ബന്ധം അധർമ്മം ധർമ്മമല്ല എന്ന് ജാനൻ നബി അതറിയാം എങ്കിൽ പോലും സ്നേഹപാശാനുബന്ധന, സ്നേഹമാകുന്ന പാശത്തിൽ ബന്ധിക്കപ്പെട്ട് തൻ്റെ സഹോദരിയോടുള്ള പ്രിയ ചികീർഷയ, രുക്മിണിയോടുള്ള സ്നേഹം കാരണം രോചനയെ രുക്മവതിയുടെ പുത്രനായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു. ദ്വിഷദന്നം ന ഭോക്തവ്യം ദ്വിഷദന്നം നൈവ ഭോജയേൽ എന്നാണ്. ശത്രുവിൻ്റെ ഭക്ഷണം കഴിക്കരുത്, ശത്രുവിന് ഭക്ഷണം കൊടുക്കരുത്. അസ്വർഗ്യം ലോകവിദ്വിഷ്ടം ധർമ്മമപ്യാചരേന്ന തൂ, ധർമ്മമാണെങ്കിലും ജനങ്ങൾ അംഗീകരിക്കാത്തത്, സ്വർഗത്തിന് ഹിതകരമല്ലാത്തതായിട്ടുള്ള കാര്യം ചെയ്യരുത്. ഇങ്ങനെ പല പ്രമാണങ്ങളുമുണ്ട്. അനിരുദ്ധന് തൻ്റെ പുത്രൻ്റെ പുത്രിയെ കൊടുക്കുന്നത് ന്യായമല്ല എന്ന് രുക്മി അറിയുന്ന ആളാണെങ്കിൽ പോലും രുക്മിണിയോടുള്ള സ്നേഹം കാരണം വിവാഹം നടത്തി എന്നാണ്. തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം സ്വസുപ്രിയ ചികീർഷയ എന്നാണ്. തസ്മിൻ അഭ്യുദയേ രാജൻ രുക്മിണി രാമകേശവവും പുരം ഭോജകടം ജഗ്മു സാംബ പ്രദ്യുമ്നഗാദയ. അല്ലയോ പരീക്ഷിത്തെ, തസ്മിൻ അഭ്യുദയേ, ആ സമയത്ത് പുത്രീപുത്ര വിവാഹാവസരങ്ങളിൽ എല്ലാവരും എത്തൂലോ, അതേപോലെ ആ അഭ്യുദയത്തിൽ രുക്മിണിയും രാമകേശവും, രാമനും കേശവനും സാംബ പ്രദ്യുമ്നഗാദയ, സാമ്പൻ പ്രദ്യുമ്നൻ തുടങ്ങിയ ഭഗവാന്റെ മക്കളും ഭോജകടം എന്ന ആ പുരത്തിലേക്ക് യാത്രയായി എന്ന് പറയുന്നു. വിവാഹത്തിന്, അനിരുദ്ധന്റെ വിവാഹം ഭോജകടത്തിൽ വെച്ച് രോചനയുമായി നടക്കുന്നു. രുക്മിയുടെ പൗത്രിയാണ് രോചന. എങ്കിൽ നമുക്കും പോവാം, ആ വിവാഹത്തിൽ പങ്കെടുക്കണമല്ലോ. നമ്മുടെ കുടുംബത്തിലൊരാളുടെ വിവാഹമല്ലേ, അത് തീർച്ചയായും വേണം. അപ്പൊ രുക്മിണി, ബലരാമസ്വാമി, പ്രദ്യുമ്നൻ, സാമ്പൻ ഒക്കെ കൂടി ശ്രീകൃഷ്ണൻ ആ ഭോജഘട്ടത്തിലേക്ക് യാത്രയായി. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ പ്രമുഖ നൃപ ദൃപ്താസ്തേ രുക്മിണം പ്രോജുർബലമൈക്ഷർ വിനിർജയ. തസ്മിൻ നിവൃത്ത ഉദ്വാഹേ കാലിംഗ പ്രമുഖ നൃപ ദൃപ്താസ്തേ രുക്മിണം പ്രോജുർബലമക്ഷൈർ വിനിർജയ. തസ്മിൻ ഉദ്വാഹേ, ആ വിവാഹത്തിൽ നിവൃത്തെ, ആ വിവാഹമൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ദൃപ്താഹ, ഗർവിഷ്ഠന്മാരായ കാലിംഗ പ്രമുഖ, കലിംഗൻ തുടങ്ങിയ തേ നൃപ, ആ രാജാക്കന്മാർ, കേവന്മാരായിട്ടുള്ളവര് ബലം അക്ഷയ് വിനിർജയ, ആ ബലരാമനെ കരുക്കൾ കൊണ്ട് ചതുരംഗം കളിച്ച് തോൽപ്പിക്കൂ, എന്നിട്ട് ജയിക്കൂ എന്ന് രുക്മിണം പ്രോജു, രുക്മിയെ പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു. കലിംഗൻ തുടങ്ങിയ രാജാക്കന്മാർക്ക് അഹങ്കാരം. അവർ പറഞ്ഞു, നമുക്ക് ഈ രാമനെ തോൽപ്പിക്കണം, രുക്മി അങ്ങക്കേ കഴിയുള്ളൂ, അതുകൊണ്ട് ചൂത് കളിച്ച് ബലരാമനെ തോൽപ്പിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അനക്ഷജ്ഞോഹ്യം രാജന്നപി തദ്വ്യസനം മഹൽ ഇത്യുക്തോ ബലമാഹൂയ തേനാക്ഷൈ രുക്മ്യദീവ്യത. പരീക്ഷത്തെ ഇവരെ എങ്ങനെയാ പ്രോത്സാഹിപ്പിച്ചതെന്നറിയോ? അയം, ഈ ബലരാമനുണ്ടല്ലോ, അനക്ഷജ്ഞഹാബി, ഒട്ടും തന്നെ കളിക്കാൻ അറിയാത്ത ആളാണ്. എങ്കിലും തദ്വ്യസനം മഹത്ത്, അവനിത് കളിക്കാൻ വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ബലനെ വിളിച്ചിട്ട് അവനോടുകൂടി രുക്മി കളി ആരംഭിച്ചു. ബലരാമൻ തോൽപ്പിക്കുമോ എന്നുള്ള പേടി വേണ്ട, കാരണം ബലരാമന് രാജ്യഭാരമില്ല. രാജ്യഭാരമുള്ള അങ്ങയെപ്പോലെ ചൂത് കളിക്കാൻ ബലരാമന് കഴിയൂല. എങ്കിലും കളിക്കാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ കളിച്ചു കഴിഞ്ഞാൽ ബലരാമനെ തോൽപ്പിക്കാം. യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അങ്ങയെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമായിട്ട് ഈ ചൂതുകളിയിൽ നമുക്ക് ബലരാമനെ തോൽപ്പിക്കാം. അനക്ഷജ്ഞൻ എന്ന് പറഞ്ഞാൽ, അനക്ഷൻ അക്ഷങ്ങളെ, ഇന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്നവൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനപരിപൂർണൻ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക്
എത്താൻ സാധിക്കാത്ത ഇന്ദ്രിയാതീതനായിരിക്കുന്ന ജ്ഞാനപരിപൂർണനാണ് ബലരാമൻ. ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരിക്കുന്ന നിന്നാൽ ജയിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് പറയാതെ പറയുകയും ചെയ്തു. ശതം സഹസ്രമയുതം രാമസ്തത്രാദതേ പണം തം തു രുക്മ്യജയൽസ്തത്ര കാലിംഗ പ്രാഹസൽബലം ദന്താൻ സന്ദർശയന്നുച്ചേർന്നാമൃഷ്യൽ തദ്ഹലായുധ. തത്ര രാമഃ, അവിടെ രാമൻ ശതം സഹസ്രം അയുധം പണം, ആദ്യം 100, പിന്നെ 1000, പിന്നെ 10,000 പണം ആ പന്തയം വെച്ചു. അതില് തം തു അതിനെ ആവട്ടെ രുക്മി അജയൽ, രുക്മി ജയിച്ചു. കാലിംഗ കലിംഗ രാജാവ് ദന്താൻ സന്ദർശയൻ പല്ല് കാണിച്ചു വിളിച്ചു, ഉറക്ക ചിരിച്ചു, ബലനെ കളിയാക്കി. തത്ത് ഹലായുധ, ഹലമെന്ന ആയുധമെടുത്തിട്ടുള്ള ഭഗവാൻ ഒട്ടും തന്നെ ഈ കളിയാക്കൽ സഹിച്ചില്ല എന്നാണ്. ചൂത് കളിക്കുമ്പോ എങ്ങനെയാ, അവിടെ ബലരാമൻ 100 നിഷ്കം, ഒരു സ്വർണ്ണ നാണയത്തിലാണ് നിഷ്കം എന്ന് പറയുന്നത്. അങ്ങനെ 100 നിഷ്കം ആദ്യം പന്തയം വെച്ചു, അതിൽ രുക്മി ജയിച്ചു. എങ്കിൽ വീണ്ടും 1000 വെച്ചു, അതിലും രുക്മി ജയിച്ചു. പിന്നെ 10,000 വെച്ചു, അതിലും രുക്മി ജയിച്ചു. ഇങ്ങനെ 3 പ്രാവശ്യവും രുക്മി ജയിച്ചു. രാമന് ഇപ്പൊ എത്രയായി? 10,000, 1000, 100. ഇപ്പൊ 11,100 നിഷ്കം നഷ്ടപ്പെട്ടു. കളി കണ്ടുകൊണ്ടിരിക്കുന്ന കലിംഗൻ അവിടെ എല്ലാവരും നോക്കി നിൽക്കെ ബലരാമനെ കളിയാക്കി ചിരിച്ചു, പല്ല് പുറത്ത് കാണിച്ച് ചിരിച്ചു എന്നാണ്. ഇനി പല്ലൊക്കെ കൊഴിക്കണത് കാണാം നമുക്ക്. ബലരാമന് ഇത് ഒട്ടും ഇഷ്ടമായില്ല. ഹലായുധം താനങ്ങോട് പ്രയോഗിച്ചാൽ ഈ ലോകം മുഴുവൻ നശിക്കും. ബലരാമസ്വാമിയുടെ മഹത്വം അറിയാതെയാണ് കളിയാക്കിയത്. ഏതായാലും ഇവിടെ തഥാ രുക്മി, അതിനുശേഷം രുക്മി 1,00,000 ഗ്ലഹം, 1,00,000 പന്തയം വെച്ചു. അവിടെ തത്ര ബലഹ അജയൽ, ബലം ജയിച്ചു. രുക്മി കൈതവമാശ്രിത്യ, കാപട്യം ആശ്രയിച്ചിട്ട് അഹം ജിതവാനിധി ആഹ, ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. ആദ്യത്തെ 3 തവണയും രുക്മി ജയിച്ചു. 4ാമത് 1,00,000 പണയം വെച്ചു, പന്തയം വെച്ചു, അതിൽ ബലരാമൻ ജയിച്ചു. മന്യുനാക്ഷുഭിത ശ്രീമാൻ സമുദ്ര ഇവ പർവണി ജാത്യാരുണാക്ഷോതിരുഷ നിർബുധം ഗ്ലഹമാദതേ. ശ്രീമാനായിരിക്കുന്ന ജാത്യ അരുണാക്ഷ, സ്വതയെ തന്നെ ചുവന്ന കണ്ണുകളാണ് ബലരാമസ്വാമിക്ക്. മന്യുന, ആ ക്രോധം കൊണ്ട്, പർവണി സമുദ്ര ഇവ, വാവിന്റെ സമയത്ത് സമുദ്രം അതീവമായിട്ട് ആ ക്ഷോഭിക്കും. ഇതേപോലെ ക്ഷുഭിത, ക്ഷോഭിച്ച രാമൻ അതിരുഷ, വളരെ ദേഷ്യത്തോടുകൂടി നിർബുധം ഗ്ലഹം ആദത്തെ, 10 കോടി പണയം വെച്ചു. ഇപ്പോ അതിദേഷ്യത്തോടുകൂടി 10 കോടി നിഷ്കം വീണ്ടും പണയം വെച്ചു. രാമസ്വാമി ജയിച്ചില്ല. ജയിച്ചത് രുക്മിയാണെന്ന് നുണയാണ് പറഞ്ഞത്, എങ്കിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവിടെ 10 കോടി നിഷ്കം അവിടെ പന്തയം വെച്ചു. തം ചാഭിജിതവാൻ രാമോ ധർമ്മേണ ഛലമാശ്രിത രുക്മീജിതം മയാത്രേ മേ വദന്തു പ്രാശ്നിക ഇതി. രാമൻ ധർമ്മത്തോടുകൂടി അതിനെയും ജയിച്ചു. രുക്മിയോ ഛലം ആശ്രിതം, ആ കളവിനെ, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കൈതവമാശ്രിത എന്നാണെങ്കിൽ ഇവിടെ ഛലമാശ്രിത, കളവിനെ ആശ്രയിച്ചിട്ട് മയാജിതം, ഞാൻ ജയിച്ചു എന്ന് ഈ മധ്യസ്ഥന്മാരിനി പറയട്ടെ എന്ന് പറഞ്ഞു. ആരാ മധ്യസ്ഥന്മാരെ? ഈ കലിംഗ രാജാവൊക്കെയാണ്. കള്ളക്കളി കളിക്കാൻ സമർത്ഥനായ രുക്മി ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു. മധ്യസ്ഥന്മാര് പറയട്ടെ, നമ്മൾ രണ്ടുപേരും പറയണ്ടെന്നായി അടുത്ത വാക്ക്. തദാ ബ്രവീൻ നഭോ വാണി ബലേനൈവ ജിതോ ഗ്ലഹ ധർമ്മതോ വചനേനൈവ രുക്മി വദതി വൈ മൃഷ. മധ്യസ്ഥന്മാര് പറയട്ടെ എന്ന് പറഞ്ഞപ്പോ മധ്യസ്ഥന്മാര് പറയുന്നതിന് മുമ്പേ ഒരു നഭോവാണി, ആകാശവാണി ഉണ്ടായി. ഗ്ലഹ, പന്തയം, ബലേന ഏവ, ബലനാൽ തന്നെ, ബലരാമനാൽ തന്നെ, ധർമ്മതഃ ജിത, ധർമ്മപ്രകാരം വിജയിച്ചു. രുക്മി മൃഷാ വചനെ നയേവ, കളവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മാത്രം പറയുകയാണ് എന്ന് ആകാശവാണി അവിടെ ഉണ്ടായി എന്ന് പറയുന്നു. താമനാധൃത്യ വൈദർഭോ ദുഷ്ടരാജന്യ ചോദിത സംഘർഷണം പരിഹസൻ ബഭാഷേ കാലചോദിത. വൈദർഭ, വൈദർഭൻ, ആ വിദർഭ രാജാവിന്റെ പുത്രനായിരിക്കുന്ന രുക്മി
അതിനെ അനാദൃത്യ നഭോവാണിയെ ആദരിക്കാതെ ദുഷ്ടരാജന്യ ചോദിത, ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരാൽ പ്രചോദിതനായി പ്രേരിപ്പിക്കപ്പെട്ട് സംഘർഷണം പരിഹസൻ, ബലരാമസ്വാമിയെ കളിയാക്കിയിട്ട് കാലചോദിത ബഭാഷ, കാലത്താൽ പ്രേരിതനായി, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും. അതുകൊണ്ട് ബലരാമനെ പരിഹസിച്ചും കൊണ്ട്, കാലദോഷം കൊണ്ട് അവിടെ രുക്മി പറഞ്ഞു, നൈവാക്ഷകോ വിദായൂയം ഗോപാലാവന ഗോചര അക്ഷൈർദിവ്യന്തി രാജാനോ ബാണൈശ്ചന ഭവാദൃശ. ഗോപാല, ഗോക്കളെ പരിപാലിക്കുന്ന, വനഗോചരാഹ, കാട്ടിൽ താമസിക്കുന്ന യൂയം, നിങ്ങൾ അക്ഷഗോവിത നയേവ, ചൂതിൽ സമർത്ഥരല്ലാന്ന് ഉറപ്പ്, അക്ഷയ് കരുക്കൾ കൊണ്ടും, ബാണയിച്ച ബാണങ്ങൾ കൊണ്ടും, രാജാനഹ രാജാക്കന്മാരാണ്, ദിവ്യന്തി കളിക്കുന്നത്, ഭവാദൃശ നിങ്ങളെപ്പോലുള്ള ആളുകളല്ല. കാട്ടിലെ പശുക്കളെ മേച്ചു നടക്കുന്ന നിങ്ങൾ ചൂതുകളിയിൽ നിങ്ങൾക്ക് എന്താ അറിയാം? കരുക്കൾ കൊണ്ടും ശരങ്ങൾ കൊണ്ടും ആർക്കേ കളിക്കാൻ സാധിക്കുള്ളൂ? രാജാക്കന്മാർക്ക്. നിങ്ങൾക്ക് രാജ്യാധികാരമില്ല. വേദപാലന സമർത്ഥന്മാരും സാത്വിക ഗുണവനസഞ്ചാരികളുമായിട്ടുള്ള നിങ്ങൾ ചൂത് കളിക്കേണ്ടവരല്ല എന്ന് പറയാതെ പറഞ്ഞു. ഏതായാലും ഞങ്ങളാണ് അതിന് യോജിച്ച ആളുകള്. ഗോപാല വനഗോചര പദങ്ങളുടെയും രാജാന എന്ന പദത്തിന്റെയും സാമർഥ്യത്താൽ സിദ്ധിക്കും. അത് സത്യവുമാണ്, അല്ലേ? ബലരാമസ്വാമിക്ക് ഈ കളിയുടെ ആവശ്യമൊന്നുമില്ല. രുക്മിണൈവമധിക്ഷിപ്തോ ഏവം രുക്മിണ അധിക്ഷിപ്ത, രുക്മിയാൽ ഇങ്ങനെ അധിക്ഷേപിക്കപ്പെട്ടപ്പോ, രാജഭി ഉപഹാസിത, രാജാക്കന്മാർ കളിയാക്കിയപ്പോ, ക്രുദ്ധ ക്രോധിച്ച രാമൻ പരിഘം ഉദ്യമ്യ, പരിഘം എന്ന് പറഞ്ഞ ഇരുമ്പൊലയ്ക്ക ഉയർത്തിയിട്ട്, നൃമ്ണ സംസതി, ആ സഭയിൽ, തം ജഘ്നെ, ആ വിവാഹം മംഗളം നടക്കുന്ന സ്ഥലമാണ്, അവിടെ വെച്ച് രുക്മിയുടെ തലമണ്ടയ്ക്ക് ആഞ്ഞൊരടി അങ്ങോട്ട് അടിച്ചു. രുക്മിയെ കൊന്നു. രുക്മി കഥാവിശേഷനായി. കലിംഗരാജം തരസാ ഗൃഹീത്വാ ദശമേ പദേ ദന്താനപാതയൽ ക്രുദ്ധോ യോഹസൽ വിവൃതൈർദ്വിജൈ. ആരാണോ വിവൃതൈദ്വിജൈ, സ്പഷ്ടമായി പല്ല് കാണിച്ച് ഇളിച്ച ആളുകള്, ഉറക്ക ചിരിച്ചില്ല. അഹസൽ തരസ കലിംഗരാജം, ഉടനെ ആ കലിംഗരാജാവിനെ ദശമേ പദേ, 10ാമത്തെ അടിയിൽ, 5-10 അടി വെക്കുമ്പോഴേക്കും ഇങ്ങോട്ട് പിടിച്ചു. ഓടാൻ തുടങ്ങി കലിംഗൻ. രുക്മിയെ കൊന്നത് കണ്ടപ്പോ പിന്നാലോടി ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ടോ അതിനുശേഷം ക്രുദ്ധ ദന്താൻ അപാതയിൽ, അവന്റെ പല്ല് മുഴുവൻ അടിച്ചു കൊഴിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. അന്യേ നിർഭിന്ന ബാഹൂരു ശിരസോരുധിരോക്ഷിത രാജാനോ ദുദ്രുർഭീത ബലേന പരിഘാർദിത. ബലേന പരിഘാർദിത, ആ ബലരാമസ്വാമി ഇരുമ്പൊലയ്ക്ക കൊണ്ട് അടിച്ച അന്യേ രാജാനഹ, മറ്റു രാജാക്കന്മാർ, നിർഭിന്ന ബാഹുരു ശിരസഹ, നിർഭേദിക്കപ്പെട്ട കൈകളും തുടകളും ശിരസ്സുകളോടും കൂടി, രുധിരോക്ഷിത, രക്തം കൊണ്ട് നനയ്ക്കപ്പെട്ടവരായി, ഭീത ദുദ്രുവു, അവിടുന്ന് പേടിച്ച് ഓടിപ്പോയതാണ്. കയ്യും തുടയും ശിരസ്സൊക്കെ മുറിഞ്ഞ് അവരിതാ ഓടിപ്പോണു. നിഹതേ രുക്മിണി സ്യാലേ നാബ്രവീൽ സാധ്വസാധുവാ രുക്മിണീ ബലയോ രാജൻ സ്നേഹഭംഗഭയാധരി. സ്യാലേ, സ്യാലൻ രുക്മിണിയുടെ സഹോദരൻ, നമ്മൾ പുതിയ ഗ്രാമീണ ഭാഷയിലാണെങ്കിൽ അളിയൻ. ആ രുക്മി നിഹതെ, കൊല്ലപ്പെട്ട സമയത്ത് പരീക്ഷിത്തെ ഹരി രുക്മിണീ ബലയോ, രുക്മിണിയുടെയും ബലരാമന്റെയും സ്നേഹഭംഗഭയാ, സ്നേഹം നഷ്ടപ്പെടുവോ എന്ന് വിചാരിച്ചിട്ട് സാധു വാ അസാധു വാ, നന്നായി എന്നോ നന്നായില്ല എന്നോ ഒന്നും പറഞ്ഞില്ല. എന്നാ അബ്രവീൽ, അവിടെ മിണ്ടാതിരുന്നു എന്നാണ്. രുക്മിണിക്ക് ഇപ്പോ ഏട്ടൻ രുക്മിയെ കൊന്നു നന്നായി എന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് വിഷമാവും, ഏട്ടൻ ചെയ്തത് ശരിയായില്ല പറഞ്ഞാൽ ഏട്ടന് വിഷമാവും. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാതെ ഭഗവാൻ മിണ്ടാതെ ഇരുന്നു എന്നാണ്. ഒന്നിലും ഭയമില്ലാത്ത ഭഗവാൻ ലോകരീതി അഭിനയിച്ചു. തതോ നിരുദ്ധം സഹ സൂര്യയാവരം രഥം സമാരോപ്യയുക്കുശസ്ഥലിം രാമാദയോ ഭോജകടാൽ ദശാർഹ സിദ്ധാഖിലാർത്ഥ മധുസൂദനാശ്രയ. മധുസൂദനാശ്രയ, മധുസൂദനൻ ആശ്രയമായിരിക്കുന്ന രാമൻ മുതലായ ദശാർഹന്മാർ
സിദ്ധാഖിലാർത്ഥ എല്ലാ കാര്യവും സാധിച്ച് തഥാ സൂര്യയാ സഹ നവോഢയായ ആ രോചനയോടുകൂടി അനിരുദ്ധനായ വരനെ രഥത്തിൽ കയറ്റി ഭോജകടത്തിൽ നിന്ന് ഭോജകടാൽ കുശസ്ഥലിം യയു കുശസ്ഥലിയിലേക്ക് യാത്രയായി. ദ്വാരകാപുരി കുശസ്ഥലിയിലാണ്. കുശസ്ഥലിയാണ് രാമന് രേവതിയെ വിവാഹം ചെയ്തപ്പോൾ ആ കകുത്മി സമ്മാനമായിട്ട് നൽകിയത്. അപ്പോൾ രോചനയോടും അനിരുദ്ധനോടും കൂടി അവര് യാദവന്മാര് ഭോജകടത്തിൽ നിന്നും നേരെ ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് അവിടെ പറയുന്നു. ഇപ്പൊ ഇവിടെ ശത്രുവിനെ കൊന്നു, പൗത്രന്റെ വിവാഹം നടന്നു, എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ ആളുകൾക്ക് നടത്താൻ സാധിച്ചത് എന്തുകൊണ്ടാ? മധുസൂദനാശ്രയ, ഭഗവാനെ ആശ്രയിച്ചിരുന്നു അവരൊക്കെ എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിൽ 61-ാമത്തെ അധ്യായം അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ആ അധ്യായത്തെ അവിടെ സമർപ്പിക്കുന്നത്. നാളെ മറ്റ് കഥകളോടുകൂടി ആ ബാണയുദ്ധം, ഉഷാ അനിരുദ്ധ പരിണയം, ഉഷ എന്നും ഊഷ എന്നും പറയുന്നുണ്ട്. ഉഷ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഉഷ, ബാണപുത്രി ഉഷ എന്നാണ് പറയാറുള്ളത്. ഉഷാപരിണയം എന്നാണ് കഥകളിയിലൊക്കെ പേര്. ഏതായാലും നമുക്ക് ആ രംഗങ്ങളൊക്കെ നാളെ അനുസ്മരിക്കാം. ഇപ്പൊ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.